29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് തുടക്കമായി. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്തു. അഭിനയ രംഗത്ത് 50 ആണ്ട് പൂർത്തിയാക്കുന്ന ഷബാന ആസ്മിയെ ഉദ്ഘാടന ചടങ്ങിൽ ആദരിച്ചു. ഹോങ്കോങ്ങിൽ നിന്നുള്ള സംവിധായിക ആൻ ഹുയിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരവും സമ്മാനിച്ചു. 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഡിസംബർ 20 വരെയാണ് നടത്തുക. 68 രാജ്യങ്ങളിൽ നിന്നുള്ള 177 സിനിമകളാണ് ഇത്തവണ പ്രദർശിപ്പിക്കുന്നത്. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്തു. 29 വർഷത്തെ ചരിത്രവും ഓർമ്മകളുമാണ് ഇന്ന് ഈ തിരി തെളിയുമ്പോൾ നമുക്ക് കൂട്ടായുള്ളത്. ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച രാഷ്ട്രീയ ഉള്ളടക്കമുള്ള മേളയായി IFFK അറിയപ്പെടുന്നുവെന്നത് ഏറെ സന്തോഷകരവും അഭിമാനകരവുമാണ്. സിനിമാ പ്രദർശനം മാത്രമല്ല ഈ മേളയിൽ നടക്കുന്നത്. ഇവിടെ നടക്കുന്ന ചർച്ചകൾ, അഭിപ്രായ പ്രകടനങ്ങൾ ഇവയൊക്കെ പുരോഗമന സ്വഭാവമുള്ളവയാണ്. ചലച്ചിത്രമേള എന്നതിനപ്പുറം യുവതി യുവാക്കൾക്ക് സാംസ്കാരിക ഫാഷൻ രംഗങ്ങളിൽ ഈ പുതുകാലത്ത് ഉയർന്നുവരുന്ന ട്രെൻഡുകളെ പരിചയപ്പെടുത്താനുമുള്ള വേദി കൂടിയായി ഈ ചലച്ചിത്രോത്സവം മാറുന്നുണ്ട്. എല്ലാവിധ ഭേദചിന്തകൾക്കും അതീതമായി യുവാക്കളുടെ കൂട്ടായ്മകൾ ഈ ഉത്സവത്തിൽ രൂപപ്പെടുന്നുവെന്നത് ഏറെ സന്തോഷം പകരുന്ന കാര്യമാണ്. അഭിനയ രംഗത്ത് 50 ആണ്ട് പൂർത്തിയാക്കുന്ന ഷബാന ആസ്മിയെ ഉദ്ഘാടന ചടങ്ങിൽ ആദരിച്ചു. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഇന്ത്യയിലെ തന്നെ മികച്ചതായത് ഇവിടുത്തെ സിനിമാ ആസ്വാദകർ കാരണമാണെന്ന് ഷബാന ആസ്മി പറഞ്ഞു. I am extremely thankful for this honor by the Honorable Chief Minister on the 50th year of my working in films. I remember that I was present at the first IFFK, and now in its 29th, 30th year, I'm back with you again. It shows a very long association, and one of the reasons why this festival continues to be amongst the most important in India is because of the audiences and because of how much the people here actually have a taste for good cinema. So it's always a pleasure to come back here. സിനിമാ രംഗത്തെ മൺമറഞ്ഞ പ്രതിഭകളെ സ്മരിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ ചലച്ചിത്രമേള ആരംഭിച്ചതെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഓർമ്മിപ്പിച്ചു. മുൻകാലങ്ങളെക്കാൾ കൂടുതൽ വിപുലമായ തരത്തിലാണ് ഈ വർഷത്തെ 29ാമത് IFFK ഫെസ്റ്റിവൽ ഞങ്ങൾ സംഘടിപ്പിച്ചത്. പ്രേക്ഷക പങ്കാളിത്തം കൊണ്ടും പ്രദർശിപ്പിക്കുന്ന സിനിമകളുടെ നിലവാരം കൊണ്ടും ലോകശ്രദ്ധ ആകർഷിച്ച കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 29ാം പതിപ്പിനാണ് ഇവിടെ തിരശ്ശീല കൊണ്ടിരിക്കുന്നത്. IFFK സംബന്ധിച്ചിടത്തോളം പ്രേക്ഷക പ്രതീക്ഷകൾ തെറ്റാതെ മികച്ച ഒരു പാക്കേജ് ഒരുക്കാൻ സാംസ്കാരിക വകുപ്പിനും ചലച്ചിത്ര അക്കാദമിക്കും കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് ഹോങ്കോങ്ങിൽ നിന്നുള്ള സംവിധായിക ആൻ ഹുയിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം സമ്മാനിച്ചു. അതോടൊപ്പം ആൻ ഹുയിക്ക് ചലച്ചിത്ര അക്കാദമിയുടെ മാസികയായ ചലച്ചിത്ര സമീക്ഷയുടെ പ്രത്യേക പതിപ്പ് ഷാജി എൻ കരുൺ കൈമാറി. ചടങ്ങിൽ സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ IAS, സംവിധായകനും നടനുമായ മധുപാൽ, MLA VK പ്രശാന്ത്, ഫെസ്റ്റിവൽ ക്യൂറേറ്റർ ഗോൾഡ സെല്ലം തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.